ആമേൻ, ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ളവർ, 1 തെസ്സലോനിക്ക 3:8. ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടത്രേ. ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഉണ്ടാൽ എന്നാ, ഉറങ്ങിയാൽ എന്നാ, തിന്നാൽ എന്നാ, കരഞ്ഞാൽ എന്നാ, കിടന്നാൽ എന്നാ, ആർക്കും ഒരു ഛേദമില്ല. നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അന്വേഷിക്കുന്നില്ല. ഈ സമയത്താണ് പൗലോസ് പറയുന്നത്, ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങൾ ഇത്രയും സന്തോഷത്തോടെ ജീവിക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ടത്രേ. നിങ്ങൾ വെറുതെ ഉണ്ടോ എന്ന് മാത്രം അന്വേഷിക്കുകയല്ല. ഉറങ്ങിയോ, നിങ്ങൾ ഉടുത്തോ, നിങ്ങൾ തിന്നോ, യാത്ര ചെയ്തോ, നിങ്ങൾക്ക് കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ, അതിനൊക്കെ അപ്പുറം ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ അത് അന്വേഷിച്ച് പുറകെ നടക്കാൻ ഒരു ഹൃദയം. നിങ്ങളുടെ കൂടെ ദൈവമുണ്ടോ, നിങ്ങളുടെ തമ്പുരാന്റെ കയ്യിലാണോ നിങ്ങളെന്ന് അറിയുവോളം പ്രസവവേദന അനുഭവിക്കുന്ന ഒരു ഹൃദയം. നിങ്ങൾ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്നത് ഓർത്തിട്ട് ഞാൻ സമാധാനത്തിൽ ജീവിക്കുന്നു എന്ന് പറയാൻ ഒരാൾ ഭൂമിയിൽ അവശേഷിക്കുന്നു. പൗലോസിന്റെ ആ ഹൃദയത്തിന്റെ തികവ് കണ്ടോ? നിങ്ങൾ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് കേൾക്കുമ്പോഴാണ് ഞങ്ങൾ ശ്വാസം എടുക്കുന്നത്, ഞങ്ങൾ ജീവിക്കുന്നത്. അത്രയ്ക്ക് പുറകെ നടക്കുന്ന ഒരു ആത്മാവ്. അങ്ങനെ ഒരു ആത്മാവാകാൻ നിങ്ങൾക്ക് കഴിയില്ല. വെറുതെ നമ്മുടെ മക്കളുണ്ടോ ഉറങ്ങിയെന്ന് മാത്രമല്ല, ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുവോളം അവർക്ക് വേണ്ടി ഇങ്ങനെ കൊതിയോടെ പുറകെ നിൽക്കുന്ന കൃപയുടെയും സ്നേഹത്തിന്റെയും ഒരു വേട്ടമൃഗമാകാൻ നമുക്കും കഴിഞ്ഞാൽ അവരും ജീവിക്കും, നമ്മളും ജീവിക്കും. ആമേൻ.